ഹാപ്പി ന്യൂ ഇയർ. സോ നമ്മൾ ഇന്നിവിടെ കോഴിക്കോട് മാനാഞ്ചിറയാണുള്ളത്. നമ്മൾ ഇന്നിവിടെ കുറച്ച് ആൾക്കാരുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ. ഹായ്. എന്റെ പേരെന്താ? ആതിര. ഓക്കെ. ഇപ്പൊ 2024 കഴിഞ്ഞ് നമ്മള് 2025 കടക്കുവാണല്ലോ. അപ്പം ആസ് എ പാരന്റ് 2025 മാഡത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ്, പാരന്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നാണ് ആഗ്രഹമുള്ളത്? പാരന്റിങ്ങില് ഒന്നാമത് അവന്റെ സ്റ്റഡീന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയത്തെ വർഷത്തിലേക്ക് അത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളത് വരുന്നുണ്ടത്. അതുപോലെ തന്നെ അവനെ വഴക്ക് പറയുന്നത്, അടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുറച്ചൊരു കുരുത്തക്കേടാണെങ്കിൽ കൂടെ ചില സമയത്ത് നമ്മളെ കൺട്രോൾ വിട്ടുപോകുന്നുണ്ട്. അത് പിന്നെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇത് റിഗ്രറ്റ് ചെയ്യും, അത് അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്നുള്ള ലെവലില്. അപ്പൊ അതെല്ലാം ഒന്നും കൂടെ കൂടുതൽ ചിന്തിച്ച് മാറ്റാനുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ചെയ്യുന്ന കാര്യം വെച്ചാൽ അവളെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിന് ഡീമോട്ടിവേറ്റ് ചെയ്യില്ല, അവളെ മോട്ടിവേറ്റ് ചെയ്യും. അയ്യോ പോവല്ലേ, അയ്യോ ഒരു ഞെട്ടിക്കലില്ല. ഓക്കെ, ഒന്നാമത് അത്. പിന്നെ കൂടുതൽ അവളെ കൂടെ ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഫോണ് കാര്യങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. അവരെ കൂടെ തന്നെ ഇരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതന്നെയാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത്. പിന്നെ ഷൗട്ട് ചെയ്യാറില്ല ഒട്ടും. അവരെന്ത് ചെയ്യുകയാണെങ്കിലും ഷൗട്ട് ചെയ്യില്ല, നല്ല രീതിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. മോളെ അത് തെറ്റാണ്, ചെയ്യണ്ട. ആ ഒരു രീതിക്കാണ് ഇപ്പൊ നോക്കുന്നത്. പിന്നെ ഇപ്പോ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഇതാക്കുക. പിന്നെ ഒന്നാമത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ എക്സ്ട്രാ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊന്നും ഒട്ടും കൊടുക്കുന്നില്ല. ചോക്ലേറ്റ്സ് ഒന്നും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താണോ അത്. ആക്ച്വലി നമ്മള് ഇതുവരെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ എന്തായിരുന്നു പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കുക പോലെ ആണെങ്കിൽ നമ്മളെപ്പോഴും കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സ് എടുക്കും, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ വൈഫിന്റെ ഇഷ്ടത്തിന് എടുക്കും. അപ്പം ആക്ച്വലി മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടായിരിക്കും, അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വിടുക. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ നിനക്ക് വേണ്ടേ, അവനോട് ചോദിക്കുകയെന്ന്. ഇപ്പം അത്ര ഒരു മെച്ചൂരിറ്റി ഒന്നുമില്ല, ചെറിയ വെച്ചാൽ. അപ്പം ഓക്കെ, പക്ഷെ എന്നാലും അവന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന സംഭവം എന്താണോ അത് അവൻ ചൂസ് ചെയ്യട്ടെ. ആ ഒരു രീതിയിൽ കുട്ടി വേണ്ടത് ചൂസ് ചെയ്യട്ടെ. അതുപോലെ നമ്മൾ അടിച്ചേൽപ്പിക്കാതെ മാക്സിമം അവരുടെ ഇഷ്ടത്തിന് വിടാൻ നോക്കുക. മാഡത്തിന് എന്ത് ചേഞ്ച് വരുത്തണം? വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എല്ലാ കാര്യത്തിലും. എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ ഇപ്പൊ മെയിനായിട്ട് വരിക പഠനത്തിന്റെ കാര്യത്തിലായിരിക്കും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യും. കമ്പാരിസൺ വരുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടി മുകളില് താഴെ എന്നുള്ളൊരു തോട്ട് വരുള്ളൂ. അത് ഒഴിവാക്കും. പിന്നെ പാരന്റിങ്ങിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണം, അല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് വിടുകയും വേണം. അങ്ങനെ നോക്കണം. പിന്നെ ഇപ്പൊ ഈ പ്രായം എന്ന് പറഞ്ഞാൽ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രായമാണ്. അപ്പൊ അത് നമ്മളെ കൺട്രോളിൽ തന്നെ നിർത്തണം എന്നാണ് എന്റെ ഒരു നിലപാട്. പിന്നെ 25 ആവുമ്പോൾ അവനെ സ്കൂളിൽ വിടാനാവുന്ന LKG ചേർത്തേ ഉള്ളൂ. അപ്പൊ ഇവൻ അവിടെ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ ഇവൻ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ എടുക്കും. പണ്ടുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്ത് വ്യത്യാസം വരുത്തണം എന്നുള്ളതാണ്. അതെ, അതായത് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു പഠനം കൊണ്ട് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് IT മേഖലയില് പിന്നെ ഇപ്പൊ AI മുതലായ സാധ്യതകൾ പഠനത്തെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഗുണകരമായിരിക്കും. പിന്നെ പണ്ടുള്ള കാര്യങ്ങളെ അവരെ പഠിപ്പിക്കണം, കാര്യങ്ങൾ അറിയണം. ആ ചരിത്രത്തിൽ നിന്ന് അവർക്ക് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാനൊരു ടീച്ചറാണ്, ആയിരുന്നു, റിട്ടയർഡാണ്. അപ്പൊ ഇതൊക്കെയാണ് വരുത്താൻ വിചാരിക്കുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കൊടുക്കണം കുട്ടികൾക്ക് എന്നാണ് ടീച്ചറുടെ റെസൊല്യൂഷൻ. ഇപ്പൊ ഈ 2025 ആവുമ്പോ നിങ്ങളെ പാരന്റിംഗിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ? പാരന്റിംഗ് വരുത്തുന്ന മാറ്റം തന്നെ നമ്മൾ എപ്പോഴും കുട്ടികളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം. എന്നാലേ അവർക്ക് എപ്പോഴും ഒരു നമ്മളടുത്ത് എന്ത് തുറന്നു പറയാനുള്ള ഒരു എന്താ പറയാ, ഇപ്പൊ ഫ്രണ്ടിനോട് പറയുന്ന പോലെ തന്നെ പാരന്റ്സും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ എന്തും പറയാൻ നമ്മളടുത്ത് ഒരു താല്പര്യം കാണിക്കും, ഇൻട്രസ്റ്റ് ആവും എന്ത് കാര്യത്തിനും. അപ്പൊ നമുക്കും കുറച്ച് കംഫർട്ട് ആക്കി അവരോട് സംസാരിക്കാനും എന്തിനും. നമ്മൾ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ് നിറയെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലേ ഫസ്റ്റ് ഐ ആം ഗ്രാൻഡ് മാ. ഞാൻ ആദ്യം എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ അമ്മയും അച്ഛനും അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താലേ നമ്മളുടെ കൾച്ചർ ആൻഡ് ട്രഡീഷൻ നന്നായി വരും. പിന്നെ ഓൾ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള തീം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നോ ഡിവിഷൻ, ഓൾ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് എന്റെ അഭിപ്രായത്തിൽ അതാ പറയുന്നത്. പിന്നെ കുട്ടികളെ ചീത്തയെ പറയാൻ പറ്റില്ല അമ്മമാര്.
ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്? എന്താണ് 2025 ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്താണ്? കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. പിന്നെ 1-2 ഡ്രീംസ് ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അക്കംപ്ലിഷ് ചെയ്യണം എന്നുണ്ട്. അവരുടെ ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് വിട്ടുകൊടുക്കുക. പക്ഷെ അത് ഫുള്ളായിട്ട് വിട്ടുകൊടുക്കരുത്. നമ്മളൊരു നിയന്ത്രണത്തിലായിരിക്കണം. അതാണ് മെയിൻ പറയാനുള്ളത്. ഇപ്പൊ ഇതെന്റെ മോളെ കുട്ടിയാണ്. അപ്പൊ ഇവളെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാ. ഞാനും ഇവളും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. ബാക്കി എല്ലാവരും ബഹറിലുള്ളത്. അപ്പൊ ഇവളൊന്ന് കറക്കാന്ന് വിചാരിച്ചു. എന്റെ മക്കളെ ഇതുപോലെയാണ് ഞാൻ വളർത്തിയത്. അതുപോലെ ഇവളി അങ്ങനെ ഓക്കെ, താങ്ക് യു. പാരന്റിങ് ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളെ പ്രശ്നം കാണുന്നത് ഇപ്പൊ മൊബൈലിന്റെ കൂടുതൽ യൂസ്. അത് കുറേശ്ശെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ആ കോവിഡ് കാലത്ത് വന്ന പ്രശ്നമാണ്. ഇപ്പോഴും പാരന്റ്സും ഞാൻ ടീച്ചറാണ്, പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവരുടെ കാര്യങ്ങൾ കേൾക്കാനൊക്കെ പാരന്റ്സ് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ കുറയും. അവരോടൊപ്പം ചെലവഴിക്കാൻ എന്നുവെച്ചാൽ പാരന്റ്സും മൊബൈലിലാണ്. അപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ചോദിക്കാനും അവർക്ക് അന്വേഷിക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചതൊക്കെ ഒന്ന് കുറയ്ക്കാം. ഇല്ല, അവരുടെ പഠിപ്പ് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാന്നുള്ളതും പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും അത്രേ. അത് ഓരോരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് വരുന്ന തലമുറ അതിനനുസരിച്ചിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വരുമല്ലോ. പഴയ ആളുകൾ അതേ രൂപത്തിൽ തന്നെ വരണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പിന്നെ അത് വെറുതെ അടിച്ചേൽപ്പിക്കാന്ന് മാത്രമേ. ജന്മസിദ്ധമായിട്ട് ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവം ഉണ്ടാവും. അത് സാഹചര്യത്തിനനുസരിച്ച് വളരും, ചിലത് തളർച്ച ഉണ്ടാവും. അതല്ലേ ഉള്ളൂ. അതല്ലേ മൊത്തത്തിൽ അത്രേ ഉണ്ടാവുള്ളൂ. പലരും ഇപ്പം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാ ജീവിച്ചെങ്കിൽ അതേ വേറെ തന്നെ മക്കളും വളരണം എന്നുള്ളൊരു ചെയ്യണം. ഇപ്പൊ ഡോക്ടറാവണം, വക്കീലാവണം, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് അധികം നമ്മൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അവളിപ്പോ +2 ആണ് ഇപ്പൊ ഇവരൊക്കെ. അപ്പൊ അവരോട് പഠിക്കാൻ ഒരുപാട് സമയം കൊടുക്കണം. നമ്മള് ജോലി എന്തെങ്കിലുമൊക്കെ പറയും വീട്ടിൽ, അതൊന്നും അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഫ്രീഡം കൊടുക്കാം. നിങ്ങളെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? ഫോണിന്റെ സ്ക്രീൻ ടൈം കുറച്ച് കുറയ്ക്കണം എന്നുണ്ട്. എപ്പോഴും ഫോണിലാണ്, അത് കുറച്ച് കുറയ്ക്കണം. നമ്മള് യൂഷ്വൽ പറഞ്ഞാല് ഇപ്പോ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെ ഒക്കെ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ കുട്ടികളെ പൊതുവെ ജോലിയുള്ള പാരന്റ്സിനായാലും നോക്കാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മറ്റു പല മെയ്ഡ്സിനെ ഏൽപ്പിച്ചിട്ട് പോവാറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുന്നതിന് പകരം അത്രയും ടൈം കുട്ടികൾ നോക്കാൻ വയ്യാത്തത് കാരണമല്ല, കാരണം അവരുടെ ടൈമിന്റെ ബീങ്ങും പിന്നെ അതുപോലെയുള്ള മറ്റുള്ള പ്രശ്നങ്ങളും കാരണം അവര് മൊബൈൽ ഫോണിനും ടിവിക്കും ഒക്കെ അഡിക്റ്റ് ആണ്. പൊതുവെ മൊബൈലിനാണ് അഡിക്റ്റ്. പക്ഷെ ആ ഒരു ഇത് ചേഞ്ച് വരണം എന്നാണ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അതിലൂടെ കുട്ടികളുടെ ബിഹേവിയർ മാറ്റം വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മിംഗ്ലിങ്, വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സ്നേഹം, അതുപോലും കുട്ടികൾക്ക് പാരന്റ്സിനോടായാലും പുറത്തു പോയാലായാലും അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കാനും പെരുമാറാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എൻ്റെ മോൾ ഇപ്പോൾ UKG-ലാണ് പഠിക്കുന്നത്. അപ്പം ഇപ്പം 2025 വരുന്ന സമയത്ത് കുറച്ചും കൂടി അവളുടെ പഠിത്ത കാര്യത്തിൽ കുറച്ചും കൂടി ചേഞ്ച് ആവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കൂടുതലായിട്ടും നമ്മളിപ്പം കുറേ ലീവ്, ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ്, മീൻസ് ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരുപാട് ലീവ്സൊക്കെ വരുന്ന സമയത്ത് ആ ടൈമിൽ കുറച്ച് ബാക്കായി പോകുന്നൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ 2025 ഇനി വരുന്ന ഒരു അക്കാദമിക് ഇയർ മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികളെ ശ്രദ്ധിച്ച് അവർക്ക് ഇപ്പം ലീവാണെങ്കിലും ആ ലീവ് ഇതാക്കാതെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്ത് ഒരു എന്താ കൃത്യമായിട്ടുള്ള രീതിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേറെ ഒക്കെ ഓക്കെ, ചെറിയ മക്കളാണ്, കൂടുതലായിട്ടുള്ള പാരന്റിങ്ങിന്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒക്കെ ഒരാൾ 6 വയസ്സും ഒരാൾ 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനെന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടൈം മോക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് അടുത്ത വർഷം മുതൽ. അപ്പോൾ ജോലിയിൽ തിരക്കുകളൊക്കെ കുറച്ചിട്ട് ഇനിയിപ്പോൾ മോക്ക് വേണ്ടി കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മോൾക്ക് എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ പുതിയൊരു വർഷം വരില്ലേ, അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫിൽ കൊണ്ടുവരേണ്ടതെന്നാണ്. ഇപ്പൊ നന്നായിട്ട് പഠിക്കണം, അങ്ങനത്തെ ഒരു സംഭവം എന്തൊക്കെയാണുള്ളത്? നന്നായിട്ട് പഠിക്കണം. പിന്നെ അമ്മ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യോ? ഓക്കെ. അങ്ങനത്തെ എന്താ പിന്നുള്ളത്? ഫോണ് കളിക്കൽ കുറക്കും. ഓക്കെ, നല്ല അടിപൊളി. ഹെൽത്ത് നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ടൈമുകളൊക്കെ ഒന്ന് കുറച്ച് ഒരു 12 ബുക്കെങ്കിലും വായിക്കണം എന്നുണ്ട്. ഓരോ മന്ത് ഓരോ ബുക്ക് വീതം. അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വിചാരിച്ചിരിക്കുന്ന റെസൊല്യൂഷൻസ്.